തുടർന്ന് രാജകുമാരൻ ബ്രഹ്മമന്ത്രം ജപിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. തപസ്സിന്റെ ചൂട് സത്യലോകത്തിലെത്തി. ബ്രഹ്മാവ് കംഹാസുരന് മുന്നിൽ പ്രത്യക്ഷനായി. തന്റെ മുന്നിൽ ബ്രഹ്മാവിനെ കണ്ട അസുരൻ പ്രണാമമർപ്പിച്ചു. നിന്റെ തപസ്സിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്. ഇഷ്ടമുള്ള വരം ചോദിക്കൂ. ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മദേവ, അങ്ങയെ ഞാൻ വണങ്ങുന്നു. ഒരു ദേവന്റെയോ ഗന്ധർവന്റെയോ അസുരന്റെയോ കൈകളാൽ മരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു രാജാവിനോ യാചകനോ ജ്ഞാനിക്കോ മൂഢനോ എന്നെ കൊല്ലാൻ കഴിയരുത്. എന്റെ ഈ ആഗ്രഹം നിറവേറ്റിത്തരൂ. അവൻ ആവശ്യപ്പെട്ടു. നിന്റെ ആഗ്രഹം സാധിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. കംഹാസുരൻ അവിടെ നിന്നും യാത്രയായി. വഴിയിൽ ഒരു യക്ഷൻ സുന്ദരിയായ ഒരു രാജകുമാരിയെ ആക്രമിക്കുന്നത് കണ്ടു. ചന്ദ്രപ്രഭ എന്ന രാജകുമാരിയായിരുന്നു അവൾ. രാജകുമാരി സഹായത്തിനായി നിലവിളിച്ചു. നിലവിളി കേട്ട് കംഹാസുരൻ സ്ഥലത്തെത്തി യക്ഷനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അവർ തമ്മിൽ ഘോരയുദ്ധം നടന്നു. ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് കംഹാസുരൻ യക്ഷനെ പരാജയപ്പെടുത്തി. തന്നെ രക്ഷിച്ച കംഹാസുരനെ ചന്ദ്രപ്രഭ പതിയായി സ്വീകരിച്ചു. ശുക്രാചാര്യൻ കംഹാസുരനെ രാജാവായി കിരീടധാരണം ചെയ്തു. അഹങ്കാരിയായ കംഹാസുരൻ തന്റെ രാജ്യത്ത് ദേവന്മാരെ ആരും ആരാധിക്കരുത് എന്ന് കൽപ്പിച്ചു. ആരും യാഗമോ പൂജയോ നടത്തരുത് എന്ന് വിലക്കി. യാഗങ്ങളും പൂജകളും ലഭിക്കാതെ ദേവന്മാർ ദുർബലരായി. ഈ സമയം കംഹാസുരൻ ദേവലോകം ആക്രമിച്ച് കീഴടക്കി. അസുരന്മാർ കംഹാസുരനെ 3 ലോകങ്ങളുടെയും അധിപനായി വാഴ്ത്തി. ഇതെല്ലാം കണ്ട് ദേവീഭക്തയായ ചന്ദ്രപ്രഭ വിഷമിച്ചു. അവൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു ക്ഷേത്രവുമില്ലായിരുന്നു. ഭർത്താവിന്റെ മോശം പ്രവൃത്തികളിൽ അവൾ പകച്ചുപോയി. ദൈവത്തെ ആരാധിക്കാൻ എനിക്കൊരു ക്ഷേത്രം വേണം. ഈ കൊട്ടാരത്തിൽ എനിക്കായി ഒരെണ്ണം പണിതു തരാമോ? ചന്ദ്രപ്രഭ ഭർത്താവിനോട് ചോദിച്ചു. അവളുടെ വാക്കുകൾ കേട്ട് കംഹാസുരൻ ഞെട്ടിപ്പോയി. എന്നാൽ തന്റെ വാക്ക് പാലിക്കാൻ അവൾക്കായി ഒരു ക്ഷേത്രം പണിയാൻ അയാൾ പദ്ധതിയിട്ടു. എന്നിരുന്നാലും തന്റെ ദൃഷ്ടിയിൽ നിന്ന് അകന്ന ക്ഷേത്രം പണിയാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിക്കാൻ അദ്ദേഹം തന്റെ സൈനികരെ എല്ലാ ദിശകളിലേക്കും അയച്ചു. സൈനികർ അത്തരത്തിലുള്ളൊരു സ്ഥലം കണ്ടെത്തി. അത് ഋഷിമാർ ആശ്രമങ്ങൾ സ്ഥാപിച്ച സ്ഥലമായിരുന്നു. അവർ മഹർഷിമാരെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിച്ച് സ്ഥലം വൃത്തിയാക്കി. താമസിയാതെ ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രം ഈ മൈതാനത്ത് ഉയർന്നു വന്നു. ചന്ദ്രപ്രഭ സന്തോഷവതിയായി. എന്നാൽ കംഹാസുരൻ ഋഷികളുടെ കോപം സമ്പാദിച്ചു. കംഹാസുര, ഒരു സ്ത്രീയുടെ കയ്യാൽ നീ കൊല്ലപ്പെടും. ശക്തി നിന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാലോ? അതുകൊണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പൂർണ്ണമായ അമർത്യതയ്ക്കായി നീ അപേക്ഷിക്കുക. അപകടം മുൻകൂട്ടി കണ്ട ശുക്രാചാര്യർ മുന്നറിയിപ്പ് നൽകി. കംഹാസുരൻ ആ ഉപദേശത്തെക്കുറിച്ച് ചിന്തിച്ചു. അതിന്റെ സാധ്യത മനസ്സിലാക്കുകയും വീണ്ടും തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കംഹാസുരൻ ഋഷിമൂകാചലത്തിൽ ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയായിരുന്നു. ദേവലോകം നശിപ്പിക്കാനുള്ള ശക്തി നേടാനായി കംഹാസുരൻ തപസ് ചെയ്യുന്നതിൽ ദേവന്മാർ പരിഭ്രാന്തരായി. അവർ ദേവിയെ വീണ്ടും അഭയം പ്രാപിച്ചു. തങ്ങളെ കംഹാസുരനിൽ നിന്ന് രക്ഷിക്കണമെന്നവർ ദേവിയോട് അപേക്ഷിച്ചു. ദേവി അത് സമ്മതിച്ചു. ബ്രഹ്മാവ് കംഹാസുരന് മുന്നിൽ പ്രത്യക്ഷനായി. അസുരനോട് ബ്രഹ്മാവ് അവന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. ഈ സമയം ദേവി അവന്റെ നാവിൽ കുടികൊണ്ട് അവനെ മൂകനാക്കി തീർത്തു. അസുരന് ബ്രഹ്മാവിനോടൊന്നും ചോദിക്കുവാൻ കഴിഞ്ഞില്ല. മൂകനായ കംഹാസുരൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് മടങ്ങി. അങ്ങനെ കംഹാസുരന് മൂകാസുരൻ എന്ന പേര് കിട്ടി. ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം. തന്റെ തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു. അവൻ പ്രതികാരത്താൽ 3 ലോകങ്ങളെയും തകർക്കാൻ തുടങ്ങി. അങ്ങനെ ദേവന്മാരും ത്രിമൂർത്തികളും ചേർന്ന് തങ്ങളുടെ ശക്തികളിൽ നിന്ന് ഓരോ മൂർത്തികളെ സൃഷ്ടിച്ചു. ഈ മൂർത്തികൾ മൂകാസുരനുമായി അതിഭയങ്കരമായ യുദ്ധത്തിലേർപ്പെട്ടു. എന്നാൽ അവർക്ക് അവനെ കൊല്ലാൻ സാധിച്ചില്ല. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആദിപരാശക്തിയായ ദേവിയിൽ ലയിച്ചു. ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥന പ്രകാരം ദേവി മൂകാസുരനെ വധിച്ചു. അതിനുശേഷം അമ്മ തേജോരൂപിണിയായി വാനിലേക്ക് ഉയർന്നു. ത്രിമൂർത്തികൾ ദേവി മൂകാംബികയായി അവിടെ കുടികൊള്ളണമെന്ന് ആദിപരാശക്തിയോട് അപേക്ഷിച്ചു. അതിനുശേഷം മൂർത്തിമാർ മൂവരും ഒരുമിച്ച് കോലമഹർഷി പൂജിച്ചിരുന്ന സ്വയംഭൂലിംഗത്തിൻ മധ്യേ സുവർണരേഖയിൽ ശിവശക്തിയെ ഒന്നിച്ച് മഹാലക്ഷ്മി സ്വരൂപമായും
വാമഭാഗത്ത് കാളി, ലക്ഷ്മി, വാഗ്ദേവി എന്നിവരെ ഐക്യഭാവത്തോടും ദക്ഷിണഭാഗത്ത് ഹരിഹരന്മാരെയും ദേവവർഗത്തെ ഒന്നായും നനച്ച് സങ്കല്പ പൂജ ചെയ്തു. പിന്നീട് അഗ്നികോണിൽ അറുമുഖനെയും നൃത്തതികോണിൽ പാർത്ഥേശ്വരൻ, നഞ്ചുണ്ടേശ്വരൻ, പഞ്ചമുഖ ഗണപതി എന്നിവരെയും വായുകോണിൽ ഹനുമാനെയും ഈശാനകോണിൽ ഗോവർദ്ധനോദ്ധാരി, വീരഭദ്രൻ തുടങ്ങിയവരെയും പ്രതിഷ്ഠിച്ച് പൂജിച്ചു. ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമി നാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്ന് കാണുന്ന സകല ദേവതാ സ്വരൂപമായ മൂർത്തി പ്രതിഷ്ഠ. അമ്മയുടെ ഇഷ്ടപ്രകാരം കൊല്ലൂരിൽ ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്ത അതേ രൂപത്തിലാണ് മൂകാംബികയിലെ വിഗ്രഹം. ശംഖചക്ര വരദായ മുദ്രകൾ അണിഞ്ഞ് മൂകാംബികയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പിറകിലായി ആചാര്യസ്വാമികൾ ജഗതീശ്വരിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ 18 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിന്റെ ശക്തിപ്രഭാവമുണ്ടെന്നാണ് സങ്കല്പം. ശ്രീലളിത പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകവുമാണ് മഹാമേരുവിന്റെ ചെറുപതിപ്പായ ശ്രീചക്രം. ശിവനൊപ്പം ഇരിക്കുന്നതിനാൽ ഭഗവതിക്ക് പാർവതീഭാവം കൂടി സങ്കല്പിക്കപ്പെടുന്നു. ശ്രീശങ്കരാചാര്യർ കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന 4 കരങ്ങളോട് കൂടിയ വിഗ്രഹമെന്നാണ് വിശ്വാസം. അതിനു മുൻപ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തിയെന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത. പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത്. തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു. രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം. അകത്ത് കണ്ടത് പുറത്തു പറയരുതെന്നാണല്ലോ, അതുകൊണ്ട് പലതും രഹസ്യമായിരിക്കുന്നു. ഏതു ഭാവത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ പിറകിലായി ഒരു സ്ഥാനത്ത് ശ്രീശങ്കരന്റെ ചിത്രം കാണാം. അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ശങ്കരപീഠവുമുണ്ട്.